നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിൽ ജനപ്രിയ സംഗീതം, അവിടെ സിനിമാ സംഗീതത്തിനാണ് പ്രാധാന്യം കൂടുതൽ. എന്നാൽ പാശ്ചാത്യ സംഗീത ലോകത്ത് അങ്ങനെയല്ല. അവിടെ ഈ സിനിമാ സംഗീതത്തെക്കാൾ ഒരു പടി മേലെയാണ് ഈ സംഗീത ബാൻഡുകളുടെ സ്ഥാനം. നമ്മുടെ നാട്ടിലും പാശ്ചാത്യ സംഗീതവും ജനപ്രിയ സംഗീതവും ഒരുപോലെ പിന്തുടരുന്ന സംഗീത ബാൻഡുകളുണ്ട്. എന്നാൽ കർണാടക സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബാൻഡുകൾ കുറവാണ്. ആ കുറവ് നികത്തുകയാണ് ആവിർഭാവ. ആവിർഭാവ എന്നാൽ കുട്ടികളുടെ ഒരു കുട്ടി ബാൻഡാണ്. 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിലെ അംഗങ്ങൾ. ആ സംഗീത ലോകത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൗമാരക്കാരായ 5 പേർ ഒരുക്കുന്ന സംഗീത വിരുന്ന്. കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലെങ്കിലും സംഗീതം ഇവർക്ക് കുട്ടിക്കളിയല്ല. സംഗീതത്തെ ഇവർ എത്ര ഗൗരവത്തോടെ കാണുന്നു, സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആവിർഭാവ എന്ന കുട്ടി ബാൻഡ്. കുട്ടികളുടെ പാശ്ചാത്യ സംഗീത ബാൻഡുകൾ നിരവധിയുണ്ടെങ്കിലും കർണാടക സംഗീതത്തിൽ ഇങ്ങനെയൊരു കുട്ടി ബാൻഡ് അധികം ഉണ്ടാവില്ല. പതിമൂന്ന് വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ആവിർഭാവ മ്യൂസിക് ബാൻഡിലെ കലാകാരന്മാർ. നന്നേ ചെറുപ്പം മുതൽക്കേ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയവരാണ് 5 പേരും. ഇവരിലെ പ്രതിഭ തിരിച്ചറിഞ്ഞ് ഇവരെ ഒരുമിപ്പിച്ച് ഒരു മ്യൂസിക് ബാൻഡ് രൂപപ്പെടുത്താൻ മുൻകൈയെടുത്തത് കലൈനാഥ് എന്ന സംഗീത അധ്യാപകനാണ്. 1.5 വർഷം മുമ്പ് ആരംഭിച്ച ആവിർഭാവ മ്യൂസിക് ബാൻഡ് ഇതിനോടകം നിരവധി വേദികളിൽ കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിച്ച് ആസ്വാദകരുടെ അനുമോദനവും സ്നേഹവും ഏറ്റുവാങ്ങി. മെയിനായിട്ട് ഇവരുടെ മെൻറ്റർ രാമക്കൽ മേഡ് കലൈനാഥാണ് മെയിൻ റീസൺ. സോ ഇവരെ ഈ ഭവൻസിൽ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാമെന്നല്ലാതെ ഒരു നമുക്ക് ദേവദത്തിനെ നമുക്കറിയില്ലായിരുന്നു. ബട്ട് കലൈനാഥ് വാസ് എ കോമൺ ഫാക്ടർ ഹിയർ. അപ്പോൾ ഇവരെ പല സ്റ്റേജിലും ഇവരെ കണ്ട് ദെൻ ഹി ഹാഡ് ദിസ് ഐഡിയ ഓഫ് ഫോമിങ് എ ഗ്രൂപ്പ്. അങ്ങനെ ഒരു ട്രയൽ നോക്കിയിട്ട് അത് സക്സസ് ആവും എന്നൊരു ഫീൽ വന്നപ്പോഴത്തേക്കും ദെൻ വി തോട്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദിസ് ഗ്രൂപ്പ്. ചേർത്തല ഹോളി ഫാമിലി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് വയലിനിസ്റ്റായ ദേവദത്ത് കൃഷ്ണൻ. മുത്തച്ഛൻ അരുണാധരൻ കർണാടക സംഗീതജ്ഞനാണ്. വയലിനൊപ്പം കർണാടക സംഗീതവും പഠിക്കുന്ന ദേവദത്ത് സ്കൂൾ കലോത്സവ വേദികളിലടക്കം മത്സരങ്ങളിൽ പങ്കെടുത്ത് പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരുടെയും ഗുരുവാണ് കലൈനാഥ് സാറ്. സാറിൻ്റെ ശിഷ്യനാണ് ആദിത്യ ഹരി. അപ്പോൾ അവൻ മൃദംഗം വായിച്ചു വന്നപ്പോഴേക്കും അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് വായിച്ചപ്പോൾ ഞാൻ വന്നിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ആ ഒരു ഭവൻസിൽ പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. അപ്പോൾ ഇവരെല്ലാവരും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതുകൊണ്ട് ആ ഒരു ട്രൂപ്പിലോട്ട് ഫോം ചെയ്ത് വന്നതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അറിയാവുന്നതുകൊണ്ട് പരസ്പരം നന്നായിട്ട് വായിക്കുന്നവരെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ കലൈസാർ തുടങ്ങിയൊരു ടീമാണ് ആവിർഭാവ. തൃപ്പൂണിത്തുറ എരൂർ ഭവൻസ് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികളാണ് ശിവറാം സംഗീത്, ആദിത്യ ഹരികൃഷ്ണൻ, പാർവതി ഉണ്ണികൃഷ്ണൻ എന്നിവർ. പുല്ലാങ്കുഴലിനൊപ്പം മൃദംഗത്തിലും കർണാടിക് വോക്കലിലും മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ശിവറാം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശിവറാമാണ് ആവിർഭാവ് മ്യൂസിക് ബാൻഡിലെ ഏറ്റവും ചെറുപ്പക്കാരൻ. CBSE കലോത്സവ വേദികളിൽ 1-ലധികം പുരസ്കാരങ്ങൾ ശിവറാമും സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ പത്മേഷ് പരശുരാമൻ ട്രിവാൻഡ്രത്ത് ഉള്ള സാറിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഞാൻ ഏപ്രിൽ തൊട്ട് പഠിക്കുന്നത് ചെന്നൈയിൽ JB ശ്രുതിസാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു റിനോൺ ഫ്ലൂട്ടിസ്റ്റ് സാറിൻ്റെ അടുത്താണ്. മൃദംഗം ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ രാജനാരായണൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. അല്ലാണ്ട് ഞാൻ താമരക്കാട് ഗോവിന്ദ നമ്പൂരി സാറിൻ്റെ അടുത്ത് വോക്കലും പഠിക്കുന്നുണ്ട്.
എരൂർ ഭവൻസ് വിദ്യാമന്ദിറിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതി ഉണ്ണികൃഷ്ണൻ തബല വായനയിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നാദസ്വര വിദ്വാൻ ശ്രീനാരായണ പണിക്കരുടെ കൊച്ചുമകൾ കൂടിയാണ് പാർവതി. തബല ഇപ്പം 5 വർഷമായി. തബല ബേസിക്കലി ഹിന്ദുസ്ഥാനിയിലാണ് വായിക്കാറ്. ഇപ്പം കർണാട്ടിക്കിൽ ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് പോകുന്നത് ഇപ്പോൾ വേറെ വല്ല ആൾക്കാർ ചിലപ്പോൾ സിത്താറിൻ്റെ ഒക്കെ ഒപ്പം എന്നെ ഒരു തവണ വിളിച്ചായിരുന്നു വായിക്കാൻ. അപ്പോൾ അവിടെ പോകും. പക്ഷെ മെയിനായിട്ട് ഇപ്പോൾ ആവിർഭാവ തന്നെയാണ് നോക്കണേ. സോളോയും ഇതിനൊക്കെ പോകും. പക്ഷെ മെയിൻ ആവിർഭാവം. കൂടുതലും തബലയിൽ അങ്ങ് ഫോക്കസ് ചെയ്ത് ഹിന്ദുസ്ഥാനിയും എല്ലാം പഠിച്ച് പോകാനാണ്. എരൂർ ഭവൻസ് വിദ്യാമന്ദിറിലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യ ഹരികൃഷ്ണനും സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. അച്ഛൻ ഹരികൃഷ്ണൻ മൃദംഗ വിദ്വാനും അമ്മ ഷാനി ഹരികൃഷ്ണൻ കർണാടക സംഗീതജ്ഞയുമാണ്. ബാൻഡിൽ ആദിത്യൻ മൃദംഗമാണ് അവതരിപ്പിക്കാറുള്ളതെങ്കിലും ചെറുപ്പം മുതൽ പിയാനോയും പരിശീലിച്ചിട്ടുണ്ട്. ഞാൻ മൃദംഗം ശ്രീ രാമക്കൽമേറ്റ് കലൈനാഥിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. പിയാനോ പഠിക്കുന്നുണ്ട്. പിയാനോ ശ്രീ ജോൺ വില്യം സാർ. ഡ്രംസും പഠിക്കുന്നുണ്ട്. ഡ്രംസ് ശ്രീ പ്രദീപ് രാധാകൃഷ്ണൻ സാർ. ഞാൻ ഈ 3 ഇൻസ്ട്രുമെൻറ്റുമാണ് പഠിക്കുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് ശീലമായി. ഇപ്പോൾ പിയാനോ എന്ന് പറയുമ്പോൾ മെലോഡിക്കാണ്, അതായത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും വേറെ വേറെയാണ്. അപ്പോൾ എനിക്കത് അച്ഛൻ പ്രാക്ടീസ് ചെയ്ത് ശീലമായി. ഡ്രംസ് എന്ന് പറയുമ്പോൾ ഫുള്ള് റിതമിക്കാണ്. ഡ്രംസും മൃദംഗം ശരിക്കും പറഞ്ഞാൽ മൃദംഗം പഠിക്കുകയാണെങ്കിൽ ഡ്രംസ് പഠിക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും. പക്ഷേ ഫുട് വർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഡിഫറൻസ് മനസ്സിലാവില്ല. കാക്കനാട് ഭവൻസ് ആദർശ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബാൻഡിൽ ഗഞ്ചിറ വായിക്കുന്ന സിദ്ധാർത്ഥ്. തബലയിലും കോങ്കോ ഡ്രമ്മിലും സിദ്ധാർത്ഥ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ മൃദംഗവും തബലയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രോഗ്രാമുകളിൽ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ ഗഞ്ചിറ അല്ലെങ്കിൽ ഘടം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും ഒരു കീർത്തനം കഴിഞ്ഞു, രാഗം കഴിഞ്ഞു, സ്വരം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചാൻസ് കിട്ടും. ഇതിപ്പോൾ ശരിക്കും മൃദംഗം ആദ്യം വായിക്കും, ഗഞ്ചിറ ആദ്യം വായിക്കും, പിന്നെ തബലയും വായിക്കും. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് ആദ്യം മൃദംഗം വായിക്കും, പിന്നെ ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ച് വായിച്ചു. ശുദ്ധമായ കർണാടക സംഗീതമാണ് ആവിർഭാവ് ബാൻഡ് വേദികളിൽ അവതരിപ്പിക്കുന്നത്. ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഗുരുവായ കലൈനാഥ് തന്നെ. ഹിന്ദോളം രാഗമാണ് അവതരണത്തിൽ പ്രധാനം. ഭക്തി, ശാന്തം, കരുണം എന്നിവയാണ് ഹിന്ദോളം ധ്വനിപ്പിക്കുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കലൈ സാറ് പറഞ്ഞനുസരിച്ചിട്ട് ഞങ്ങൾ പ്രോപ്പർ കർണാട്ടിക് ആണ് ഞങ്ങൾ ഫ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ വേറൊരു ഇതല്ല, പ്രോപ്പർ കർണാട്ടിക്കൽ ക്ലാസിക്, അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ രാഗം, സ്വരം എല്ലാം ഉണ്ടാവും. അതിപ്പോൾ മൃദംഗത്തിനായാലും എല്ലാത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഈക്വലി കൊടുത്തുകൊണ്ടുള്ള ഒരു ടീമാണ് ഞങ്ങളുടെ. മെയിനായിട്ട് വായിച്ച രാഗം ഞങ്ങളിന്ന് വായിച്ചത് ഹിന്ദോളമാണ്. അപ്പോൾ മെയിൻ രാഗം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാവും. രാഗം വിസ്താരിക്കും, വയലിനും ഫ്ലൂട്ടും ഈക്വലായിട്ട് വിസ്തരിക്കും. തബല, മൃദംഗം, ഗിഞ്ചറ തനിയാവർത്തനം പോലെ വായിക്കും. എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ മൃദംഗമാണെങ്കിൽ അടുത്തത് അങ്ങനെ സർക്കിളായിട്ട് വായിക്കും. അപ്പോൾ മെയിനായിട്ട് വായിക്കാൻ വേണ്ടി ചൂസ് ചെയ്തതാണ് ഹിന്ദോളം. അപ്പോൾ ഹിന്ദോളം സാമജവര ഗമന എന്ന് പറയുന്ന ഒരു ഫേമസ് കൃതിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ മെയിൻലി ചൂസ് ചെയ്തത് ഫേമസ് കൃതികളാണ്. ഇപ്പോൾ തില്ലാന വായിക്കുമ്പോൾ തില്ലാന എന്ന് പറയുന്ന ഇതാണ് ലാസ്റ്റ് വായിച്ചത്. തില്ലാന ലാൽഗുഡി ജയറാമൻ സാറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തില്ലാനയാണ് മധുവന്തി തില്ലാന വായിച്ചത്. അങ്ങനെ കുറച്ച് രാഗങ്ങളെല്ലാം മെയിൻ രാഗങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന രാഗങ്ങളാണ് ചൂസ് ചെയ്തത്. വാദ്യോപകരണങ്ങളിലൂടെ ഓരോ കലാകാരനും പരസ്പരം മത്സരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റിഥമിക് പാറ്റേണും തനിയാവർത്തനവുമാണ് ആസ്വാദകരെ ഏറെ രസിപ്പിക്കുക. വാദ്യം വയലിനും പുല്ലാങ്കുഴലും തമ്മിലുള്ള രാഗവിസ്താരവും പിന്നീട് മൃദംഗവും തബലയും ഗഞ്ചിറയും കൂടി ഉൾക്കൊള്ളിച്ചുള്ള റിഥമിക് പാറ്റേണും. വയലിനും ഫ്ലൂട്ടും മൃദംഗം ഗഞ്ചിറയും ഇൻസ്ട്രുമെൻസും ഈ മെലോഡിക്കായിട്ടുള്ള ഇൻസ്ട്രുമെൻസും കൂടെ ഒരുമിച്ച് ഒരു മാത്തമാറ്റിക്കൽ ഒരു സംഭവം റിഥമിക് പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ തനിയാവർത്തനം വരിക. തനിയാവർത്തനം കഴിഞ്ഞു, പിന്നെ പാട്ട് പിന്നെയും തുടങ്ങുന്നു, പിന്നെ എൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മംഗളം പോലെ ഈ തില്ലാന അങ്ങനത്തെ ടൈപ്പ് മ്യൂസിക് വായിച്ചിട്ട് എൻഡ് ചെയ്യും.
അധ്യയന ദിനങ്ങൾക്ക് അവധിയുണ്ടെങ്കിലും ഇവരുടെ സംഗീത പരിശീലനത്തിന് അവധികളില്ല. ഒഴിവു ദിവസങ്ങളിൽ 5 പേരിൽ ഒരാളുടെ വീട്ടിൽ ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്യും. ഇത് മണിക്കൂറുകൾ നീളും. എല്ലാ കുട്ടികളും അവൈലബിൾ ആവുന്ന സമയം അനുസരിച്ച് സിൻസിയറായിട്ടും പ്രാക്ടീസ് ചെയ്യും. അവേഴ്സ് ഒരു വീക്കെൻഡ് രാവിലെ ഒരു 11:30 തുടങ്ങിയ പ്രാക്ടീസ് ഇറ്റ് വെൻറ്റ് ഓൺ അപ് ടു അറൗണ്ട് 8:30 അറ്റ് നൈറ്റ്. കുട്ടികളും അത്രയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരും കോപ്പറേറ്റീവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മടുത്തു എന്നുള്ളൊരിതില്ല. പിന്നെ എല്ലാത്തിനും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു സക്സസ് ആയിട്ട് വരുന്നത്. അവർക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ പഠിക്കാൻ. യൂട്യൂബിലും മറ്റും പുതിയൊരു ഗാനം കേട്ടാൽ അത് പരസ്പരം ഷെയർ ചെയ്ത് പ്രാക്ടീസും ആരംഭിക്കും. സദസ്സിന് അനുസൃതമായാണ് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. സംഗീതാഭിരുചിയുള്ള ഓഡിയൻസ് ആണെങ്കിൽ കൂടുതൽ സങ്കീർണമായ ഗാനങ്ങളാവും അവതരിപ്പിക്കുക. ചില രാഗങ്ങൾ അത് വിത്തൗട്ട് ഈവൻ വേർഡ്സ് അത് ഭയങ്കര ഇനിമയായിരിക്കും കേൾക്കാനായിട്ട്. സോ നമ്മൾ ആ കൈൻഡ് ഓഫ് ഓഡിയൻസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ആ ഓഡിയൻസ് നല്ല കർണാട്ടിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. അവിടെ നമ്മൾ കുറച്ച് ഹെവി ഐറ്റംസ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്താലും അതെടുക്കും. അല്ലാതെ നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ ഭയങ്കര കർണാട്ടിക് സൈഡ് പോയി കഴിഞ്ഞാൽ അത് അത്ര രസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ചും കൂടി ലൈറ്റർ ഓർ സർട്ടൻ കൃതീസ് വിച്ച് ആർ വെരി പോപ്പുലർ. അങ്ങനെ ഇപ്പോൾ സാമജവർഗമനൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. ആവിർഭാവ് മ്യൂസിക് ബാൻഡിന്റെ അവതരണ മികവ് കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി പേർ പ്രോഗ്രാമുകളിലേക്ക് ഇവരെ ക്ഷണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതും ഇവർക്ക് കൂടുതൽ വേദികൾ ലഭിക്കാൻ വഴിയൊരുക്കി. ഇങ്ങനൊരു ടീം ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളെ വിളിക്കണവരുമുണ്ട്. ബിക്കോസ് നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും കുറച്ച് ക്ലിപ്പിംഗ് നമ്മൾ ഇടുന്നുണ്ട്, യൂട്യൂബിലും വി ഡു അപ്ലോഡ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ വൃശ്ചികോത്സവം പൂർണ്ണത്രയീശ വൃശ്ചികോത്സവത്തിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് എ മേജർ സ്റ്റേജ്. അങ്ങനെ അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോരോ വേദികളായിട്ട് പിന്നെ എല്ലാത്തിനും മുകളിലായിട്ട് ഡെസ്റ്റിനി എന്നുള്ളൊരു ഇതുണ്ട്. സോ ദീസ് ചിൽഡ്രൻ ആർ സോ ടാലൻറ്റഡ് ദാറ്റ് അവർ തേടി പോകാതെ തന്നെ അവർക്ക് ഓരോരോ വേദികളും ദേ ആർ ബ്ലെസ്ഡ് വിത്ത് സച്ച് സ്റ്റേജസ്. മറ്റ് സംഗീത ശാഖകളെ കൂടി ഒപ്പം ചേർക്കുന്നതിനേക്കാൾ ശുദ്ധമായ കർണാടക സംഗീതത്തിൽ തന്നെ ചുവടുറപ്പിച്ച് നിൽക്കാനാണ് ആവിർഭാവിലെ കലാപ്രതിഭകൾക്ക് ഇഷ്ടം. എന്നാൽ ആസ്വാദകരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുതിയ പരീക്ഷണങ്ങൾ അവതരണത്തിൽ നടത്തണമെന്ന ആഗ്രഹവുമുണ്ട്. വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് സംഗീതപ്രേമികളുടെ കരഘോഷങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും സംഗീതരംഗത്തേക്ക് ചുവടുവയ്പ് മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ഇനിയും ധാരാളം ദൂരം ഈ വഴിയിലൂടെ താണ്ടാനുണ്ടെന്ന തിരിച്ചറിവും ഇവർ പങ്കുവയ്ക്കുന്നു. കർണാട്ടിക് നമുക്ക് അത്രയും ജനകീയമാക്കണം. എനി കൈൻഡ് ഓഫ് എല്ലാ മ്യൂസിക്കും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് രസിക്കാൻ പറ്റിക്കൊള്ളം എന്നില്ല. അതാ പറഞ്ഞത്, ഹെവി ആയിട്ടുള്ളത് നമ്മൾ എല്ലാ സ്ഥലത്തും ചെന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അത് രസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കുട്ടികളാണ്, അവർ വായിക്കുന്നതെല്ലാം നമുക്കൊരു പുതുമയായിരിക്കും. ആൻഡ് ദേ ആർ ഓൾ ഈക്വലി കേപ്പബിൾ ഓഫ് പ്രസൻറ്റിങ് എനിത്തിങ്. ആൾക്കാർക്ക് രസിക്കും, ആ ഒരു ഇതിൽ അവർക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ടും കർണാട്ടിക് ഫ്യൂഷൻ തന്നെയാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത്. മേ ബി ഇൻ ഫ്യൂച്ചർ വാട്ട് ഇസ് ഇൻ ഹോൾഡ് ഫോർ ദം വി ഡോണ്ട് നോ. നോക്കാം. മെയിനായിട്ടും കർണാട്ടിക് ഫ്യൂഷൻ തന്നെയാണ്.